ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഇടുക്കി വരുമ്പോൾ പോവാണ്. കൺസീവ് ആയതിനു ശേഷം ഞാൻ വീട്ടിൽ പോയില്ല. അപ്പോൾ കൺസീവായി അനോമലി സ്കാനൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്തോളാൻ. അപ്പം നമ്മളിന്ന് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ 4 മാസം മുന്നേ കഴിഞ്ഞ മാർച്ചിൽ ഷൂട്ട് ചെയ്താണ്. പോസ്റ്റ് ചെയ്യുന്ന ഇപ്പാന്ന് മാത്രം. അപ്പോൾ പിന്നെ നമുക്ക് ഇടുക്കിക്ക് പോവാം. 4 വഴി നമുക്ക് ഇടുക്കി പോവാം. മൂലമറ്റം കൂടി പോവാം, കോതമംഗലം കൂടി പോവാം, കോതമംഗലം കൂടി ഓവർപ്പെരിയാറ് കൂടി പോവാം. പിന്നെ ഉള്ളതാണ് വണ്ണപ്പുറം കൂടി. വണ്ണപ്പുറം എന്ന് പറഞ്ഞാൽ മല കയറിയാണ് പോകുന്നത്. അതിന് ടോപ്പത്ത് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് നമുക്ക് തിരിഞ്ഞ് നെടുമ്പാശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ അതിൽ നമുക്ക് പോവാം. പോരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ണപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ പിന്ന് കയറാൻ തുടങ്ങി. ഇതാണ് ഫസ്റ്റ് ഹെയർ പിന്ന്. അത്യാവശ്യം നല്ല ഒടിഞ്ഞ് കയറി വരണം, നല്ലോണം ഹോണൊക്കെ അടിച്ച് വേണം കയറി വരാനായിട്ട്. ഇത് 2ാമത്തെ ഹെയർ പിന്ന്. ഇതാണ് 3ാമത്തെ ഹെയർ പിന്ന് തന്നെ. എല്ലായിടത്തും മിററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ഏരിയ ആണ്. ഇത് 4ാമത്തെ. ഇനി 2 കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹെയർ പിന്ന് തിരിഞ്ഞ് കയറി ചെല്ലുമ്പോൾ അവിടെ കോർണറിൽ നമുക്ക് ഇരുന്ന് മല കാണാനും ചായ കുടിക്കാനും ഒരു സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളവിടെ നിർത്തിയില്ല, നമ്മൾ ടോപ്പ് എത്തി. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അവിടെ നിറയെ പാറയാണ്. ഇവിടെയും കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ അപ്പോൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ആകെ അലമ്പാണ്. ഇവിടെ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു കുടിൽ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ അത് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി പോയി. ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് കോഴിക്കോട്ടയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി നിന്ന് പ്രകൃതിക്ക് ഭംഗി ഇപ്പം ഇച്ചിരി കുറവാണ്. മാർച്ച് ആയതുകൊണ്ട് പുല്ലൊക്കെ ആകെ കരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ആ കോഴിക്കോട്ടയൊക്കെ അവിടെ നിന്ന് തിന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്തത്. മാർച്ചാണ് പുല്ലാകെ കരിഞ്ഞിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞത് ലൈവായിട്ട് അങ്ങ് കേട്ടുന്നാണ് തോന്നുന്നത്. ഇതേ അപ്പം തന്നെ ഇടി വെട്ടിയൊരു മഴ. ഇടി വെട്ടിയില്ല, മഴ തുടങ്ങി. അപ്പം പിന്നെ നമ്മൾ വണ്ടി കയറി പോന്നു. പതുക്കെ മഴയുടെ ശക്തി കൂടി വന്നു. പിന്നെ വഴി കാണാൻ പറ്റാത്ത പരുവത്തിനാക്കി. നമ്മുടെ നാക്കിന് ഇത്ര പവറുണ്ടെന്ന് അന്നേരമാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ മുന്നിലൊരു വണ്ടി പോകുന്നതിനെ ഫോളോ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കട്ടറുകളിൽ നമ്മൾ ചിലപ്പോൾ ചെന്ന് ചാടും, വെള്ളം നിറഞ്ഞിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വലിയ കട്ടറുകൾ ഒഴിവാക്കാൻ അതൊരു പോംവഴിയായിട്ട് കൂട്ടി. പിന്നെ ശക്തി കൂടിയപ്പോൾ ഒരിടത്ത് നമ്മൾ നിർത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴയുടെ ശക്തി കുറഞ്ഞപ്പോഴാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെറുതോണി കഴിഞ്ഞു. ഇത് പാണ്ടിപ്പാറയാണ്. പാണ്ടിപ്പാറയും കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് മൊത്തം പൊടിയായിരുന്നു വാട്ടർ സർവീസ് ചെയ്ത്. അപ്പോൾ ഒരു 3-3.5 മണിക്കൂറിൻ്റെ ലോങ് ജേർണി കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ ആ മഴയിൽ കുളിച്ച് നിൽക്കുന്ന ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരം നിന്നു. ഇടുക്കിയിലെ വിശേഷമായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.